അപ്പോൾ ഇവിടെ രണ്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ഇവർക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം, എന്താ പേര്? എന്റെ പേര് അനി എന്നാണ്. നമ്മുടെ പേരെന്താ? ചേട്ടനാണോ? എന്റെ പേര് സുരേഷ്. സുരേഷും അനിയനുമാണ്. നമസ്കാരം, വന്നാട്ടെ. എന്താ പേര്? അഹമ്മദ് കുട്ടി. അഹമ്മദ് കുട്ടി. എന്താ പേര്? നദീർ. ഇവർ ഇവിടുത്തെ നിലമ്പൂരിലെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് അല്ലേ? റെസിഡൻസ് അസോസിയേഷൻ നിലമ്പൂരിലെ വികസന സമിതി. എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ടാവും. ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല. നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യം പറയാനുണ്ട്? ഞങ്ങള് 25 വർഷത്തിലധികമായി ഈ നിലമ്പൂർ നിവാസികളുടെ ഏറ്റവും ഒരു പ്രധാന ആവശ്യമാണ് നിലമ്പൂർ ബൈപ്പാസ്. കാരണം ഈ ചെറിയ റോഡ് എപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ്. ഇതിലൊരു ആംബുലൻസിന് പോകാൻ പോലും ചില സമയത്ത് പറ്റുന്നുണ്ട്. കടന്നു പോകാൻ സാർ ഇവിടുന്ന് വടവറം മുതൽ കരിമ്പുഴ വരെ പോകാൻ 4 കിലോമീറ്റർ പോകാൻ 1 മണിക്കൂറിലധികം സമയം എടുക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞു വരുന്നത്. ബാംഗ്ലൂരിനേക്കാൾ കഷ്ടം. അപ്പോൾ 25 വർഷത്തിലധികമായി ഇവിടുത്തെ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ബൈപ്പാസ്. ആ ബൈപ്പാസ് ഇതുവഴി വരും. ഈ പോണ വഴി നിന്നാണ് പോകും. 6 വഴി സ്ഥലമൊക്കെ ഉണ്ടോ? സ്ഥലമൊക്കെ അക്വയർ ചെയ്തു. 25 വർഷമായിട്ട് ഈ പാവപ്പെട്ട ഭൂവുടമകൾ ഈ സ്ഥലം വിട്ടു നൽകിയ ആൾക്കാർ അതിൽ 5 സെന്റുകാർ 10 സെന്റുകാർ ഒക്കെ ഉണ്ട്. 25 വർഷമായി. 25 വർഷം തടസ്സം. അത് ഇവർ പണം കൊടുക്കണില്ല. ആര് പണം കൊടുക്കും? ഈ സർക്കാർ പണം കൊടുക്കണില്ല. ഭൂമി ഏറ്റെടുക്കൽ നിയമമൊക്കെ വന്നിട്ടുണ്ടല്ലോ, സർക്കാർ പണം കൊടുക്കാമല്ലോ. കൊടുക്കാം, പക്ഷെ അവർ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പണമില്ല എന്നാണ് പറയുന്നത്. ഈ സാധുക്കളായ പാവപ്പെട്ട ആളുകളെ ഭൂമി പിടിച്ചു വെച്ചിട്ട് കൈപ്പറ്റിയിട്ട് ഇവർക്ക് ഈ ഭൂമിമേ തൊടാനും അവകാശമല്ല, ഇവർക്കൊന്നിനും അവകാശമല്ല. പിന്നെ ഇവരെ വീടുകളൊക്കെ ജപ്തിയിലാണ്, ബാങ്ക് ലോണാണ്, അവരുടെ മക്കളെ കല്യാണത്തിന് പണമല്ല, അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് പണമല്ല. ഇങ്ങനെ ഒരു മനുഷ്യാവകാശ ധ്വംസനാണ്. 25 വർഷമായി. 25 വർഷത്തിലധികമായി. ഞാൻ അതിന്റെ ഇരയാണ്. എന്റെ വീടാണ്. 2 വീടും ഭൂമിയും പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോ വേണമെങ്കിൽ ഏറ്റെടുക്കാം എന്നുള്ളതുകൊണ്ട് ബാക്കി ഒന്നും ചെയ്യാൻ കഴിയും. സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ലോണും കൂടി കിട്ടണില്ല. ലോൺ കിട്ടില്ല. 30 ഒരു കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ആശുപത്രി കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സർക്കാർ എപ്പോഴും ചെയ്യുന്നൊരു തന്നെയല്ല. ഇപ്പൊ ഈ ബൈപ്പാസിൽ കിടന്നിട്ട് കാട് പിടിച്ച് കിടന്നിട്ട് പന്നികളും പുലികൾ എന്ന് പറഞ്ഞ പോലെ അനവധി മൃഗങ്ങളൊക്കെ വന്നിട്ട് ഈയിടെ ഞങ്ങൾ 1/2 കിലോമീറ്റർ നമ്മൾ പോകുന്ന വഴിക്ക് കാഴ്ച ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. കാട് വെട്ടിത്തെളിക്കാൻ മന്ത്രി റിയാസിന് പരാതി കൊടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നു. എന്നിട്ട് മന്ത്രി റിയാസ് 15 ദിവസത്തിനുള്ളിൽ കാട് വെട്ടിത്തെളിക്കണം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ കാട് വെട്ടിത്തെളിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല സാറേ പ്രശ്നം. സാറ് അവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും, ഒരു 30 മീറ്ററോളം വീതിയിലെ റോഡാണ്. 30 മീറ്ററോളം വീതിയിലെ റോഡ്. ഈ മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ ആകെ ചളി പിളിയായി കിടക്കുകയാണ്. ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത. എത്ര കിലോമീറ്റർ ഉണ്ടാവും ഈ ബൈപ്പാസ്? 6 കിലോമീറ്റർ കൊണ്ട് ബൈപ്പാസ് കൊടുത്താൽ വളരെ സുഗമമായിട്ട് ഇവിടുത്തെ ട്രാഫിക്ക് പോകും. നഗരത്തിലുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാതെ പോകാം. ആളുകൾക്ക് ഒരു ആംബുലൻസിന് പോകണമെങ്കിലും കടന്നു പോകാം. അതും നാട്ടുകാർ പൂർണ്ണമായിട്ടും സഹകരിക്കും. എല്ലാവരും ഭൂമി വിട്ടു കൊടുക്കുന്നത് മാത്രമല്ല നിരാഹാര സമരത്തിലേക്കാണ്. നിരാഹാര സമരം നടത്താൻ പോവുകയാണ്. ഈ തിങ്കളാഴ്ച മുതൽ 3 ദിവസം 3 സ്ത്രീകളും അതേമാതിരി തന്നെ 3 പുരുഷന്മാരും നിരാഹാരം കിടക്കുകയാണ്. PWD അല്ലേ ചെയ്യേണ്ടത്? PWD ഓഫീസിന് മുമ്പിൽ 100 കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള ആൾക്കാർ നിരാഹാരം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ ഈ പ്രോജക്ട്? പലതവണ കിട്ടി. ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 500 കോടി. എത്ര കോടിയാ വേണ്ടി വരിക ഇതിന്? വലിയ കുന്നും മലയും ചെരുവൊക്കെ ഉണ്ടോ? സ്ഥല ഉടമകൾക്ക് കൊടുക്കാൻ 72 കോടി മതി. 76 കോടി മതി. അതുകൊണ്ട് അങ്ങോട്ട് പണി നടത്താനുള്ള ബാക്കിയുള്ള പൈസ എസ്റ്റിമേറ്റ് റിവൈസ് 500 കോടി ഉണ്ടെങ്കിൽ നടക്കും. 500 താഴെ മതി. അത് കിഫ്ബി ഫണ്ടിൽ വെച്ച് നടക്കും. 254 കോടിക്കാണ് ഇവർ കൊടുത്തത്. 254. അപ്പോൾ ഇത് പ്രത്യേകം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക്. നിലമ്പൂരിലെ ജനത ഇപ്പോൾ വലിയൊരു സമരത്തിന് ഒരുങ്ങുകയാണ്. നിലമ്പൂർ ബൈപ്പാസ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച മുതൽ നിരാഹാരം അല്ലെ? ആ നിരാഹാര സമരത്തിന്റെ പ്രഖ്യാപനമാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരല്ല, പകരം നിലമ്പൂരിലെ ജനവും നിലമ്പൂരിലെ പൗരസമൂഹവും ഈ സത്യാഗ്രഹത്തിന് നിരാഹാര സമരത്തിന് ഇരിക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ടറിലൂടെ അറിയിക്കുകയാണ്. അതൊരു ബ്രേക്കിംഗ് വാർത്തയായി തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നിലമ്പൂരിലെ ജനത തിങ്കളാഴ്ച മുതൽ നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് വരുന്ന രാഷ്ട്രീയ ആണ്. റിപ്പോർട്ട് ടിവിയിൽ ഞങ്ങൾ വേഷനാളിൽ കണ്ടിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നാണ്. അതിലാണ് ഈ ഔചാരികമായിട്ട് സാർ ഇവിടെ വരുന്നുണ്ടെന്നതിന്റെ കാര്യം ഞങ്ങള് പിന്നെ ചില ആളുകൾ മുഖാന്തരം അറിഞ്ഞു. അത് രാവിലെ തൊട്ട് പിന്നെ 5 മണിക്ക് എണീറ്റിട്ട് ഇവിടെ വന്ന് നിൽക്കലോടത്തിയിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിലമ്പൂരിലെ ജനതയ്ക്ക്
സമരത്തിനൊപ്പം നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. 6 കിലോമീറ്റർ ദൂരം ഒരു ബൈപ്പാസ് നിർമ്മിക്കുക. അത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി കിടക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് പണമില്ല എന്നതിന്റെ പേരിൽ മാത്രം പദ്ധതി മാറ്റിവെക്കരുത്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയോ മറ്റേതെങ്കിലും വിധത്തിലോ ഈ നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കണം. അവിടെയുള്ള എത്രത്തോളം മനുഷ്യരുണ്ട്? ഏകദേശം ഈ 286ഓളം കുടുംബങ്ങളുണ്ട്. ഈ പ്രദേശത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റാതെ അവരുടെ മക്കളുടെ വിവാഹം പോലും നടത്താൻ കഴിയാതെ കുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടർ ടിവിയിലൂടെ അവരിപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച മുതൽ സമരത്തിനിറങ്ങുകയാണ്. സർക്കാർ ഗൗരവമായി വിഷയം പരിഗണിക്കണം. റിപ്പോർട്ടർ ടി വി അതിന് തുടർ വാർത്തകൾ വരും ദിവസങ്ങളിലും നൽകിക്കൊണ്ടിരിക്കും. റെസിഡൻസ് അസോസിയേഷൻ ആണത് നടത്തുന്നത്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ബൈപ്പാസ് രാഷ്ട്രീയ വിഷയമാവുമല്ലോ. അതെ അതെ, അതിനുവേണ്ടി 56 കുടുംബം എന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് നിലമ്പൂർ ടൗണിലെ ചുരുങ്ങിയത് ഒരു 3000 ആൾക്കാരെ പിന്തുണയ്ക്കും. 256 കുടുംബം എന്ന് പറഞ്ഞാൽ ഇതിന് വക്കിനുള്ളവരാണ്. മാത്രമല്ല നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഇതിന് പിന്തുണയ്ക്കും. അതെ, മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. സാറ്, മുഴുവൻ ജനങ്ങൾ മാത്രമല്ല, ഇതൊരു അന്തർദേശീയ അന്തർ സംസ്ഥാന പാതയാണ്. അന്തർ സംസ്ഥാന പാതയാണ് ഈ കാഞ്ചി റോഡ്. ഈ കാഞ്ചി റോഡിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോണേ, കർണാടകത്തിൽ പോണേ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ചരക്ക് ലോറികളും മറ്റ് പാസഞ്ചർ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ആകുകയാണ്. ഇത് അതുകൊണ്ട് അത് കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമായി തന്നെയാണ് നിലമ്പൂർ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന്റെ ശ്രദ്ധ വേണം. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് നിലമ്പൂരിന്റെ പണി തുടങ്ങിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ താങ്ക് യു. അപ്പൊ സന്തോഷം. ഇത് കാഞ്ചി പാതയാണ്. ഇത് പിന്നെ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് യാതൊരു മെയിൻ്റെനൻസും നടന്നിട്ടില്ല. ഈ പോണ വഴിക്ക് കാണാം, വീതി കൂട്ടിയില്ല എന്ന് മാത്രമല്ല മെയിൻ്റെനൻസും നടത്തിയില്ല. ഇതിലൊക്കെ ജനങ്ങൾക്ക് വളരെ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധങ്ങളൊക്കെ സർക്കാർ മനസ്സ് വെക്കുക എന്നതേ നമുക്ക് പറയാനുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു. എന്തായാലും ഉഷാറായി നടക്കട്ടെ. പരിചയപ്പെട്ടത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും ആ സമരങ്ങൾ നടക്കട്ടെ. അതിന്റെ വാർത്ത ഞങ്ങളുടെ അഷ്കർ നൽകി. താങ്ക് യു.